ഹായ്. അപ്പോൾ സെക്സ് ആസ് എ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ലൈംഗികതയും ബോധോദയവും എന്നൊക്കെ പറയാം. ഈ ലൈംഗികതയെപ്പറ്റി പലർക്കും വലിയ തെറ്റിദ്ധാരണകളുണ്ട്. എൻ്റെ ഒരു അറിവിനെ പറ്റി ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യൻ ഈ 5 ഇന്ദ്രിയങ്ങളുടെയും ഒരു സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സുഖം കിട്ടുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമല്ല, അതിൻ്റെ ഒരു ക്ലൈമാക്സിക് മൂമെൻ്റ്, ആ ഒരു ഓർഗാസ്മിക് മൂമെൻ്റ് അല്ലെങ്കിൽ ഉച്ചസ്ഥായിയിലെത്തുന്ന ആ ഒരു സമയത്താണ് കിട്ടുന്നത്. ഈ ലോകത്തിൽ യാതൊരു ലഹരിക്കും അതിനെ തളർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല, അതിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതിന് മേലെ എത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ അതിന് പല കാരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം കൊക്കൈൻ അല്ലെങ്കിൽ മെത്താംഫെറ്റമീൻ പോലെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പോലും അവർ ആ ഡ്രഗ് യൂസ് ചെയ്തിട്ട് പലപ്പോഴും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലൈംഗികത അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ഈ ഓർഗാസ്മിക് സ്റ്റേറ്റിലേക്ക് അവർ എത്തുമ്പോൾ അവർക്ക് ഈ കൊക്കൈൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലൈംഗികതയുടെ സുഖം കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ആ കൊക്കൈൻ ആയാലും മെത്താംഫെറ്റമീൻ ആയാലും അവർ ഉപയോഗിക്കുന്നത് പോലും ഈ സെക്സിൻ്റെയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെയും ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സുഖം കിട്ടും, പക്ഷേ സ്റ്റിൽ കാൺ ബീറ്റ് ദി എഫക്റ്റ് ഓഫ് ഹാവിങ് എ സെക്ഷൽ എൻകൗണ്ടർ, അല്ലെങ്കിൽ എന്താ പറയുക, ആക്ടിവിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ ബേസിക്കലി ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സെക്സിന് ഇത്രയും സുഖം കിട്ടുന്നത്? ഓർഗാസം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രതിയുടെ പാരമ്യത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്രയും ഒരു സന്തോഷം കിട്ടുന്നത്? ആ ഒരു സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം വൃത്തികേടുകളാണ് അവിടെ കാണിക്കുന്നത്? ഒരല്പനേരത്തെ സെക്ഷൽ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പലരും പണം ഉണ്ടാക്കുന്നത് പോലും ഇതിനു വേണ്ടിയിട്ടാണ്. ജീവൻ നിലനിർത്തുന്നത്, ആരോഗ്യം നിലനിർത്തുന്നത്, പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, അധികാരത്തിൽ പോലും എത്തുന്നത് ഈ സെക്സ് എന്ന് പറഞ്ഞൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെൽഫ് ഇമേജ് അവർ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ പണം, അധികാരം, ഇത്തരം കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ സെക്സും ബോധോദയവുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിനെപ്പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്തത് ഓഷോയാണ്. ഓഷോ എനിക്ക് തോന്നുന്നത് സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ ഉണ്ട് ഓഷോയുടെ. പക്ഷേ ഓഷോ ഈ താന്ത്രിക് സെക്സിനെ പറ്റിയും തന്ത്രയെ പറ്റിയൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സെക്സിനെ ഒരു എന്താ പറയുക, സപ്രസ് ചെയ്യാതെ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അതിനെപ്പറ്റി തന്നെയാണ് പറയാനുള്ളത്. അതായത് സെക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനമാണ്. അത് ക്യാഷ്വലായിട്ട് ആരോടൊപ്പവും ചെയ്യുന്ന ഒരു സെക്സ് അല്ല. അത് വളരെ ഡീജനറേറ്റിംഗ് ആയിട്ടുള്ള, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെ ഇമോഷണലിയും ഒരു സൈക്കിക്കലിയും ഡൗൺ ആക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവരോട് പ്രണയം ഉണ്ടാവണം, അല്ലെങ്കിൽ ലവ്, അഫെക്ഷൻ, കെയറിങ്, ഇത്തരം കാര്യങ്ങൾ ഉള്ള ഒരാളുമായിട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയും. അതല്ലാതെ നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റും, ഏതൊരു മനുഷ്യനും സാധിക്കും. പക്ഷേ ഒരു സ്പിരിച്വൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അതൊരു വളരെ ഡീജനറേറ്റിംഗ് പ്രോസസ്സാണ്. നിങ്ങളുടെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഓറ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന, നിങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് ഒട്ടും അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളായിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഫീൽഡ് നിങ്ങളുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഇതൊരു കാരണമാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ലൈംഗികതയ്ക്ക് ഇത്രയും സുഖമുള്ളത്, അല്ലെങ്കിൽ മനുഷ്യനെ ഏറ്റവും ത്രസിപ്പിക്കുന്ന, ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാരണം എന്താണെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതിന് നമ്മുടെ കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മുടെ ശുദ്ധബോധം അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്യുവർ അവയർനെസ്സിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് മിക്കവാറും ഈ സെക്സിൻ്റെ ഓർഗാസ്മിക് സ്റ്റേറ്റിലാണ്. അതായത് ആ ഒരു ക്ലൈമാക്സിക് മൂമെൻറ്റിൽ നമുക്ക് മറ്റ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി ഒരു പ്യുവർ കോൺഷ്യസ്നെസ് ഒരു അല്പനേരത്തേക്കെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സെക്സിൻ്റെ ഒരു സുഖം. സെക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോക്കസും ശ്രദ്ധയെല്ലാം സെക്സിലേക്ക് തന്നെ വരും. നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റികളെല്ലാം കുറയുകയാണ്, നമ്മുടെ വൈബ്രേഷൻസ് എല്ലാം സ്റ്റേബിൾ ആവുകയാണ്. അതാണ് സെക്സിന് സുഖം തരുന്നത്. അതേസമയം സെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നടക്കുന്ന ഒരു അവയർനെസ്സിൽ നമ്മുടെ ഈ സെക്ഷൽ ആക്ടിവിറ്റി പെർഫെക്റ്റ്ലി ഇങ്ങനെ ഒഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാവില്ല. പലർക്കും ആ സെക്സ് തന്നെ പകുതി എഴുതി നിർത്തേണ്ടി വരും.
ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുമ്പോഴാണ് അതേ, അല്ലെങ്കിൽ നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് പ്രോപ്പർലി സെക്സിൽ ശ്രദ്ധിക്കാൻ പറ്റും അതാകുമ്പോഴാണ്. സോ ബേസിക്കലി നമ്മുടെ ശ്രദ്ധയുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പ്ലനേഷൻ സംഭവിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴാണ്. അങ്ങനെ ഏർപ്പെടുമ്പോൾ മാത്രമല്ല, അതിൽ നിന്ന് ആ ഒരു ക്ലൈമാക്സിങ് എഫക്റ്റ് കിട്ടുമ്പോഴത്തേക്കും ഒരു വൈഡർ ലെവൽ ഓഫ് ഒരു കോൺഷ്യസ് എക്സ്പാൻഡിങ് ഒരു നിമിഷം സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ലൈക്ക് എന്താ പറയുക, ആ ഒരു ഫ്രീ അവയർനെസ് അല്ലെങ്കിൽ എഫേർട്ട്ലെസ് അവയർനെസ് എന്ന് പറയുന്ന കാര്യം വളരെ നാച്ചുറലായി ഒരു എഫേർട്ടും ഇല്ലാതെ സംഭവിക്കുകയാണ്. നമ്മൾ വേറൊരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അതിന് ബൈ പ്രോഡക്റ്റായിട്ട് സംഭവിക്കുകയാണ്. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുദ്ധബോധത്തിലിരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു സുഖത്തിൻ്റെ ഒരല്പം ഗ്ലിംസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓഷോ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് പ്യുവർ അവയർനെസ്സിലെത്തിയ ഒരു മനുഷ്യൻ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഓർഗാസ്മിക് സ്റ്റേറ്റിലായിരിക്കും. എപ്പോഴും ആ ഒരു സുഖം, രതിയുടെ മൂർച്ഛന്യാവസ്ഥയിലെത്തുമ്പോൾ കിട്ടുന്ന സുഖം കണ്ടിന്യൂസ്ലി എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ശുദ്ധമായ ബോധത്തിൽ അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഓഷോ പറഞ്ഞതായിട്ട് ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ കണ്ട് ഓർക്കുന്നു. അത് ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട്. അതായത് പ്യുവറായിട്ടുള്ള ഒരു മൂമെൻ്റാണ് ശരിക്കും പറഞ്ഞ സെക്സ്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. ആ ഒരു മൂമെൻറ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ അവയർനെസ് ഫുള്ളി നമ്മുടെ ഈ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്ത് വേറെ യാതൊരു ചിന്തയും കടന്നു വരാതെ ഫോഴ്സ്ഫുള്ളി അല്ല, നാച്ചുറലി സംഭവിക്കണം. അത് നാച്ചുറലി സംഭവിക്കണമെങ്കിൽ നമ്മൾ ആരുമായാണോ ഇത് ചെയ്യുന്നത് അവരോട് നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം, അതിലുപരി സ്നേഹമുണ്ടായിരിക്കണം, പ്രണയമുണ്ടായിരിക്കണം, ആര് തന്നെ ആയാലും. അവിടെ ഈ മറ്റു കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. ഇവിടെ ഈ മൊറാലിറ്റിയെ പറ്റി ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇത് മൊറാലിറ്റിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കോൺഷ്യസ് മൂവ്മെൻറ്റിൻ്റെ ഫ്ലോയ്ക്ക് തടസ്സമുണ്ടാകുന്ന ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും, അതായത് നമ്മൾ ചെയ്യാനിത് ആഗ്രഹിക്കുന്നു എന്ന മനസ്സ് വേറൊരു രീതിയിലേക്ക് വലിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ സെക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ സെക്സുവൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടും, ഒരു ഓർഗാസവും ലാസ്റ്റ് ഉണ്ടായെന്നിരിക്കുക. പക്ഷേ നമ്മുടെ ആ ഒരു എനർജി ഫ്ലോ, ഒരു സെക്ഷൽ എനർജി ഫ്ലോ ശരിക്കും പറഞ്ഞാൽ അവിടെ ബ്രേക്കായാണ് പോകുന്നത്. പലർക്കും അത് അറിയാൻ സാധിക്കില്ല. അതേസമയം നമ്മളൊരാളുമായിട്ട് പ്രണയത്തിലാണ്, ആരും ആവട്ടെ, നമ്മുടെ മനസ്സിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല, ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. നമ്മൾ അവരെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അവർ നമ്മളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാതെ, ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് മനസ്സിലൂടെ കടന്നു വരാതെ വി ആർ മേറ്റിങ് ഈച്ച് അതർ. നമ്മൾ ആ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കും. അതിൻ്റെ ഒരു ഓർഗാസ്മിക് സ്റ്റേറ്റിൽ പ്രത്യേകിച്ചും ഒരേ സമയത്ത് സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണെങ്കിൽ ഭയങ്കരമായൊരു കോൺഷ്യസ് എക്സ്പാൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുണ്ടാവുമ്പോൾ ആ രണ്ടുപേരും ഒരു വാസ്റ്റ് സ്പേഷ്യസ്നെസ് അവരുടെ ചുറ്റും ആ ഒരു ക്ലൈമാക്സിങ് മൂമെൻറ്റിൽ ഫീൽ ചെയ്യുമെന്നുള്ളത് മാത്രമല്ല, അതവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണെന്ന് വെച്ചാൽ ആ ഒരു നിമിഷം ആ ഒരു പ്യുവർ അവയർനെസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ എത്ര പ്രായമായാലും പിന്നീട് നമ്മൾ എത്ര ഭംഗിയുള്ള ആളുമായിട്ട് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും, അല്ലെങ്കിൽ എത്ര വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഇതുപോലൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെക്സ് എക്സ്പീരിയൻസ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു കോൺഷ്യസ് എക്സ്പാൻഷൻ അവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ്. ഒരു പ്യുവർ അവയർനെസ് സ്റ്റേറ്റ് മൈൻഡ്, അതിൻ്റെ ഒരു ഗ്ലിംസ് മനസ്സ് കണ്ടുപോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ അവയർനെസ് സ്റ്റേറ്റിൻ്റെ പല ലെവലുകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവൽ നമ്മൾ എത്തിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ നമ്മുടെ നോർമൽ ലെവലിലിരിക്കുന്ന കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിനേക്കാളും ഒരു അപ്പിങ് നടക്കും, ഒരു ജമ്പ്, ഒരു ചെറിയൊരു സുഖം ആ ഒരു മൂമെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സ്നേഹമുള്ള, പ്രണയമുള്ള, നമ്മുടെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനോ കോൺഫ്ലിക്റ്റോ ഉണ്ടാക്കാത്ത ഒരാളുമായിട്ട് സെക്ഷൽ എൻകൗണ്ടറിൽ ഏർപ്പെടുക. അത് വെറുതെ ഏർപ്പെട്ടാൽ പോരാ, കോൺഷ്യസ് ആയിട്ട് ചെയ്യുക, അവെയറായിട്ട് ചെയ്യുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കൈ വെറുതെ ഇങ്ങനെ വീശാൻ പറ്റും ഒന്നും ചിന്തിക്കാതെ. എന്നാൽ അതേ കൈ തന്നെ ഞാനിങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ശ്രദ്ധ അപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിലാണ്. അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടില്ല, എന്താ പറയുക, നമ്മളെന്നും രാവിലെ എണീച്ച് പല്ല് തേക്കുന്നത് അറിയാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യാതെ വളരെ കോൺഷ്യസ് ആയിട്ട് ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഇടപെടണം.
അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും ക്രിയേറ്റ് ചെയ്യാത്ത നമ്മുടെ ഉള്ളിലൊരു മൊറാലിറ്റി ഉണ്ടെങ്കിൽ, അത് വേണോ വേണ്ടേ എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. നിങ്ങളുടെ ഉള്ളിലൊരു മൊറാലിറ്റി ഉണ്ടോ? ആ മൊറാലിറ്റിയെ നിങ്ങൾ ഈ ആരുമായിട്ടാണോ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഓബിയസ്ലി നിങ്ങളുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണ് അത് കാരണം സംഭവിക്കുന്നത്. പല കാരണങ്ങളുണ്ടോ സംഭവിക്കാം. അപ്പം അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ വളരെ അവെയറായി, വളരെ പൂർണ്ണതയോടുകൂടി, വളരെ ബോധത്തോടുകൂടി ആസ്വദിച്ച് ലൈക്ക് ലിവ് ഇൻ ദാറ്റ് മൂമെൻറ്റ്. ആ മൂമെൻറ്റിൽ നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി ഇൻവോൾവായി നിൽക്കുമ്പോൾ അതിലെന്നുള്ള എന്ത് കാര്യത്തിലായാലും അവിടെ ഞാനെന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ പേഴ്സണൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ എക്സ്പീരിയൻസ് സംതിങ് ദാറ്റ് ഈസ്, എന്താ പറയുക, വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസൈറ്റിൽ നിന്നും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്കാവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ വർക്കാവുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ സെക്സ് എന്ന് പറയുന്നത് മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു വെച്ചത് പറയുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പ്യുവർ അവെയർനെസ്സോട് കൂടി നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഹയർ ഒരു ലെവലെങ്കിലും അപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഭയങ്കര സുഖമുള്ള കാര്യങ്ങളായിട്ട് മാറും. പല്ല് തേക്കുന്ന കാര്യം പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഭയങ്കരമായ സുഖം തരുന്നൊരു കാര്യമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതെങ്കിലോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഷ്യസ് എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കും. ഒരു പൊട്ടിത്തെറി എന്നൊക്കെ പറയാം. ഒരു സുഖമുള്ള, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഇത്തരം ഒരു സൂപ്പർ കോൺഷ്യസിനോട്ട് എത്തുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റി ലൈഫിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളൊരു വ്യക്തി പിന്നീട് ഒരിക്കലും വേറൊരു തരത്തിലുള്ള ഡ്രഗിനും അഡിക്റ്റ് ആവാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ കിട്ടുന്നൊരു സുഖത്തിൻ്റെ ഏഴലത്ത് നമുക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു കേക്ക് പിന്നീട് കഴിക്കുമ്പോൾ നമുക്ക് മറ്റതാണ് ബെറ്റർ എന്ന് തോന്നും. അപ്പോൾ ഇതിനോടുള്ള താല്പര്യം കുറയും. സെയിം റിസൾട്ട് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എനിവേ, സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾ ട്രൈ ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരാളെ ഹെർട്ട് ചെയ്തുകൊണ്ട് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. താല്പര്യമില്ലാതെ ഫോഴ്സ് ചെയ്യുക, അത് നമ്മുടെ സെക്ഷൽ പാർട്ട്ണർ ആയാലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയായാലും ഈവൻ നമ്മുടെ വൈഫായാൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹെർട്ട് ചെയ്തുകൊണ്ട് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഇല്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. കാര്യമില്ല, അത് റെസിപ്രൊക്കേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് ഒരു ഡീജനറേറ്റിംഗ് പ്രോസസ്സായി പോകുമെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ സെക്ഷൽ എൻകൗണ്ടേഴ്സിനെയും അത് ബാധിച്ചിരിക്കും. അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു.